കച്ചവട തിരക്കുകൾ, ജോലിഭാരങ്ങൾ, പഠനത്തിൻ്റെ മടുപ്പുകൾ, കുടുംബകാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങളുടെ ടെൻഷനുകൾ, മനസ്സിൽ ഏറെ സമയം കൊണ്ടു നടക്കുന്ന അത്തരം വിചാരങ്ങളെല്ലാം മാറ്റിവെച്ച് ഒന്നിരിക്കണം. ശാന്തമായ മനസ്സിലേക്ക് അള്ളാഹുവിനെ കൊണ്ടുവരണം. അവനെ കൺമുന്നിൽ കാണുന്നതായി തോന്നണം. നീ എത്ര വലിയവനാ, നിന്റെ തീരുമാനങ്ങൾക്കുള്ളിലല്ലേ ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ നിശ്ചയങ്ങൾക്ക് മുമ്പിൽ നിശ്ചലമായി പോകുന്ന കഴിവുകളല്ലേ എനിക്കുള്ളൂ. അപ്പോൾ മനസ്സിലെ ഭാരങ്ങൾ ഇറങ്ങിപ്പോകുന്നതായി തോന്നും. അവനെ സ്തുതിച്ചും മഹത്വങ്ങൾ വാഴ്ത്തിയും ചുണ്ടുകൾ തസ്ബീഹും തക്ബീറും തഹ്മീദുമൊക്കെ ഉരുവിട്ടു തുടങ്ങും. മനസ്സിൽ അവനോടുള്ള സ്നേഹം നിറഞ്ഞു തുടങ്ങും. അവനെ മറന്നുപോയ സമയങ്ങളെ ഓർത്ത് ഉള്ള് വേദനിക്കും. അവിടെ നമ്മൾ അവനോട് സംസാരിച്ചു തുടങ്ങണം. നമ്മളെക്കുറിച്ച് എല്ലാം അറിയുമെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിലും ഓരോന്നായി അവന് മുന്നിൽ എടുത്തു പറയണം. അവനോട് സംസാരിക്കാൻ ഭാഷയോ പദങ്ങളോ പ്രശ്നമാകേണ്ടതില്ലല്ലോ. അവൻ മനസ്സിൻ്റെ മിടിപ്പുകളെ വായിക്കുന്നവനല്ലേ. അവനോടുള്ള സംസാരങ്ങൾ ആവർത്തിക്കുന്നതിൽ നമുക്കൊട്ടും പ്രയാസം തോന്നേണ്ടതില്ല. നമുക്ക് മടുക്കുവോളം അവന് മടുക്കില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ. നമ്മളുടെ വേദനകൾ, സങ്കടങ്ങൾ, പരിഭവങ്ങൾ, ഭയാശങ്കകൾ, പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ എല്ലാം അവന് മുന്നിൽ പറഞ്ഞു വെക്കുമ്പോൾ മനസ്സിൽ പ്രത്യേകമായൊരനുഭൂതി നിറയും.